ബീൻസ് മോര് ഒഴിച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ. ബീൻസ് ഞാൻ രണ്ട് സൈഡും കട്ട് ചെയ്ത് കത്രി കൊണ്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ഈസിയാണ്. നമുക്ക് തോരൻ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ മുറിച്ചെടുക്കാം. ഒരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളത് ഇതുപോലെ മുറിച്ച് വെച്ചാണ്. ഇങ്ങനെ തന്നെ മുറിക്കണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള പോലെ മുറിക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഒന്ന് ബീൻസ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറെടുത്തിട്ട് പച്ചമുളക്, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി ഇത്ര ഞാൻ ആദ്യം അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സവോള ഇടണം. പിന്നെ ബീൻസിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഒരു സവോള ഒരു 4 കഷ്ണമാക്കിയിട്ട് നമ്മൾ മല്ലിയും മുളകൊക്കെ അരച്ചില്ലേ, പച്ചമുളക്, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ മിക്സ് നമ്മൾ ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ച് വറുത്ത് വെച്ചേക്കണം ബീൻസിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ മുളക് നമ്മുടെ എരിവിനനുസരിച്ച് കേട്ടോ. ഈ മുളക് നല്ല എരിവുള്ളതിനോട് ഞാൻ ഒരെണ്ണേ ഇട്ടിട്ടുള്ളൂ, കൂടുതൽ വേണമെങ്കിൽ ഇടാം. നല്ലപോലെ മിക്സാക്കിയിട്ട് ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറണമല്ലോ. അത് കഴിയുമ്പോൾ നമ്മൾ മോര് ഒഴിച്ച് കൊടുക്കുക. മോര് പുളിക്കനുസരിച്ച് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കാരണം നമ്മൾ പച്ചമുളക് ഒരെണ്ണം അരച്ചായിരുന്നല്ലോ, അതിൻ്റെ എരിവ് കിട്ടും. എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് സാധാരണ വറുത്തിടുന്ന പോലെ വെളിച്ചെണ്ണയിൽ കടുകും ചുമന്ന മുളകും കരിവേപ്പിലയും കൂടി വറുത്തിട്ടു. ഇത്രേ ഉള്ളൂ. ഭയങ്കര ഈസിയായി ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്യണേ.